الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അത് പൂർണ്ണമാവുകയില്ല. മരണപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ നിന്ന് ചില ആളുകൾ മരണപ്പെട്ടു പോകുന്നു, ചില ആളുകൾ ബാക്കിയാകുന്നു. എത്രയോ കുട്ടികളെ കാണാതായിരിക്കുന്നു, വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അങ്ങനെ വളരെ പ്രയാസകരമായ, നമ്മുടെ മനസ്സിന് ഇങ്ങനെ നോവുണ്ടാക്കുന്ന, നമ്മുടെ കണ്ണ് നിറക്കുന്ന, നമുക്ക് കിടന്നുറങ്ങാൻ കഴിയാതിരിക്കുന്ന വാർത്തകൾ ഓരോ നിമിഷവും ഇങ്ങനെ പുറത്തു വരികയാണ്. ഇങ്ങനെ പുറത്തു വരുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താലും അത് പൂർണ്ണമാകില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു 600-650 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു വീട്ടിൽ നിന്ന് വലിയ സൗകര്യമുള്ള ഒരു വീട്ടില് നമ്മൾ എത്ര കാലം നിൽക്കും? നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ബാത്റൂമിൽ ആശ്വാസത്തോടെ പോകുന്നത് പോലെ അതിലേറെ സൗകര്യമുള്ള ബാത്റൂമിൽ നമുക്കങ്ങനെ പോകാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ വീട് തന്നെ വേണതിന്. അതുകൊണ്ടാണല്ലോ ആളുകളോടൊക്കെ എത്ര ഒഴിഞ്ഞു പോകണം എന്ന സന്ദേശം നൽകിയാലും നമ്മളടക്കം നമുക്കൊന്നും അതിന് കഴിയാത്തത്. ഒരു 2 ദിവസം പോലും നമ്മുടെ വീട് വിട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ ലോകം എന്നത്, നമ്മുടെ സ്വർഗം എന്നത് നമ്മുടെ വീടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ആർക്കു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് വിധവകൾക്ക് വേണ്ടിയാണ്. ഈ ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ വിധവകളായിട്ടുണ്ട്. ഈ ദുരന്തത്തിന്റെ തലേ ദിവസം വരെ തന്റെ ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങിയ കുറെ സ്ത്രീകൾ, അവർ ഇന്ന് വിധവകളാണ്. ബാപ്പയുടെ ഉമ്മയുടെ കൂടെ കിടന്നുറങ്ങിയ കുറെ മക്കൾ ഇന്ന് യതീമുകളാണ്. വല്യുമ്മയുടെ വല്യുപ്പയുടെ കൂടെ കിടന്നുറങ്ങിയ കുറെ മക്കൾ, അവർ വല്യുമ്മയും വല്യുപ്പയും ഇല്ലാത്ത കുറെ മക്കളാണ്. സഹോദരന്മാരില്ലാത്ത സഹോദരൻ അവശേഷിക്കുന്ന, സഹോദരനില്ലാത്ത സഹോദരി അവശേഷിക്കുന്ന, പാല് കൊടുത്തുകൊണ്ടിരുന്ന ഉമ്മമാർ പോലും പിഞ്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള വളരെ പ്രയാസകരമായ, സങ്കടകരമായ അവസ്ഥയിൽ ഒരുപാട് അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവക്ക് വേണ്ടി, സാധുവിന് വേണ്ടി അധ്വാനിക്കുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, ദൈവിക മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മൻ മശാ ഫീ ഖളാഇ ഹാജത്തി അഖീഖ്, തന്റെ സഹോദരന്റെ കാര്യത്തിനു വേണ്ടി ഒരാൾ അധ്വാനിക്കുക എന്നത്, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത്, അവന്റെ പുനരധിവാസത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത്, ഖൈറും മിൻ അൻ യഅ്തകിഫ ഫീ മസ്ജിദി ഹാദാ ശഹ്റൈൻ, ഈ മസ്ജിദുൻ നബവിയിൽ 2 മാസം ഭജനമിരിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത തന്റെ സഹോദരന്റെ കാര്യത്തിനു വേണ്ടി ഓടി നടക്കുന്നവനാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹായങ്ങൾ അവരിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ സാമ്പത്തികമായ സഹായങ്ങൾ പ്രത്യേകിച്ച് നാം ചെയ്യേണ്ടതുണ്ട്. അത് ഒരുപാട് വിഭാഗങ്ങളിലേക്കാണ്, വിധവകളിലേക്കാണ്, യതീമുകളിലേക്കാണ്, സാധുക്കളിലേക്കാണ്, പാവപ്പെട്ടവരിലേക്കാണ്. നമ്മുടെ നാട് ഒന്നടങ്കം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അവരെ സഹായിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സംഘടനാ സംവിധാനം ഉദ്ദേശിക്കുന്നത് അവിടെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നതാണ്. നമ്മുടെ വനിതാ വിങ് ഇന്ന് സ്ത്രീകളുടെ, അതുപോലെ തന്നെ മക്കളുടെ, അവരുടെ വിദ്യാഭ്യാസ ചെലവും അവരെ ഏറ്റെടുക്കാൻ പൂർണ്ണമായി തയ്യാറായ വാർത്ത ഇന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണ്. നമുക്ക് തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ച ആ പുനരധിവാസ പാക്കേജിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ചെറിയ തുകകൾ നൽകിയാൽ അത് പൂർണ്ണമാവുകയില്ല. അതിന്റെ ഒരു തുടക്കമാണ്. പ്രയാസപ്പെടുന്നവന്, സാധുവിന്, അവിടെ മതവും ജാതിയും വർഗവും വർണ്ണവും വിശ്വാസവും ഒന്നുമില്ല. ആരാണോ പ്രയാസപ്പെടുന്നവൻ, ആ പ്രയാസപ്പെടുന്നവനെ സഹായിക്കുക എന്നതാണ്, അവനെ സംരക്ഷിക്കുക എന്നതാണ്. അതാണ് ഓരോരുത്തരും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് നല്ല മനസ്സുള്ള മനുഷ്യർ, അതിനു വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാം ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ഇന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വളരെ സജീവമായി നാം അതിന് സാമ്പത്തികമായ സഹായം നാം നൽകേണ്ടതുണ്ട്. അതൊരിക്കലും നമുക്ക് നഷ്ടമാകുകയില്ല. നാം പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. നാം ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് സാന്ത്വനം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സംരംഭങ്ങളിലെല്ലാം അണിചേരാനുള്ള മനസ്സും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദൗത്യത്തെ നമ്മളെല്ലാവരും